മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മോഹിനിയുടെ ശരീരത്തിൽ മഹാലക്ഷ്മിയുടെ പ്രേതം കയറിയെന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരും വളരെ പേടിയോടുകൂടിയൊക്കെ ഓണം ഉണ്ണുന്നുണ്ട്. അതിനിടയിൽ പ്രതാപന് മഹാലക്ഷ്മി പോലെ തോന്നുന്നുണ്ട് മോഹിനിയെ കാണുമ്പോഴെല്ലാം. അങ്ങനെ കണ്ട് അലറി വിളിക്കുന്നെല്ലാം ഉണ്ട്. മോഹിനി വളരെ ഭംഗിയായിട്ട് തന്നെ അവരുടെ മുമ്പിൽ അഭിനയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് മോഹിനി മനസ്സിൽ പറയുന്നുണ്ട്, എൻ്റെ മോളെ മരിച്ചെന്ന് കരുതിയുള്ള ഓണം ഉണ്ണലില്ല, നിങ്ങളാരും സന്തോഷത്തോടുകൂടി ഇരിക്കരുത്. എൻ്റെ മോൾ മരിച്ചു കഴിഞ്ഞിട്ടും നിങ്ങളെല്ലാം ഇത്രയും പേടിയോടുകൂടി തന്നെയാണല്ലോ ഇരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ടെന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മോഹിനി. അപ്പോൾ കണ്ണൻ അനന്തുവിനോടായിട്ട് പറയുന്നുണ്ട്, ഈ വർഷത്തെ ഓണം എന്താണെങ്കിലും ഇങ്ങനെ തന്നെ പോട്ടെ, അടുത്ത വർഷം നമുക്ക് ജർമ്മനിയിൽ ഓണം ആഘോഷിക്കാമെന്ന് പറയുന്നുണ്ട്. ഒരുപാട് പ്രാവശ്യം നീ ഞങ്ങളെ അങ്ങോട്ട് വിളിച്ചതല്ലേ, അടുത്ത പ്രാവശ്യം നമുക്ക് അങ്ങോട്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് കണ്ണൻ. മഹാലക്ഷ്മി പോലത്തെ ഒരു ഭാര്യയെ കിട്ടിയതിൽ ഞാൻ ഭാഗ്യവാനാണെന്ന് തോമസ് വൈദ്യൻ പറയുന്നത് പോലെ തന്നെ മഹാലക്ഷ്മി എൻ്റെ ജീവിതത്തിലോട്ട് വന്നതിന് ശേഷമാണ് എനിക്ക് ഇത്രയും നല്ല ഭാഗ്യങ്ങളെല്ലാം ഉണ്ടായതെന്നും എൻ്റെ കാലുകൾക്ക് ഇത്രയും ശേഷിയൊക്കെ ഉണ്ടായതെന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട് അനന്തുവിനോട്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് കുട്ടികളുണ്ടാകുകയാണെങ്കിൽ അതിലൊരു കുട്ടിയെ ഞാൻ നിനക്ക് തരുമെന്നൊക്കെ അനന്തുവിനോട് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അനന്തുവിന് വളരെ സന്തോഷമാകുന്നുണ്ട്. എൻ്റെ വീട്ടിൽ വളരുന്ന പോലെയല്ലേ നിൻ്റെ വീട്ടിൽ ഞങ്ങളുടെ കുട്ടികൾ വളരുന്നത്, അതിലെനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ, അതിനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്ക് ദൈവം തരട്ടെ എന്നൊക്കെ അനന്തുവിനോടായിട്ട് കണ്ണൻ പറയുന്നുണ്ട്. പിന്നീട് ഇവരെല്ലാവരും കൂടെ ഓണം ഉണ്ടെന്നൊക്കെ ഉണ്ട് സന്തോഷത്തോടു കൂടി. അതേസമയം മാർക്കും ഇല്ലാത്ത ഒരു വിഷമം മഹാലക്ഷ്മിയോട് പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ തോമസ് വൈദ്യൻ പറയുന്നുണ്ട്, അതിന് എല്ലാ വർഷവും അവൻ ഓണം ഉണ്ണാൻ വേണ്ടി വേറൊരു സ്ഥലത്ത് പോകുന്നുണ്ട്, എന്താണെങ്കിലും അവൻ എത്ര നിർബന്ധിച്ചാലും ഇവിടെ നിൽക്കാറില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതാരാണെന്ന് കണ്ടുപിടിക്കണമെന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട്. അങ്ങനെ മാർക്കോ ഓണം ഉണ്ണാനായിട്ട് ചെല്ലുന്നത് നമ്മൾ അമ്പലത്തിൽ വെച്ച് കാണുന്ന ആ മുത്തശ്ശിയുടെ അടുത്തോട്ടാണ്. അങ്ങനെ മുത്തശ്ശി മാർക്കോനെ നോക്കിയിരിക്കുകയായിരിക്കും. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി മുത്തശ്ശി മാർക്കോക്ക് ഓണസദ്യയൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അടുത്ത വർഷം ഇനി മോൻ്റെ കൂടെ ഒരു ആളും കൂടെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ മാർക്കോ ചോദിക്കുന്നത് ആരാണെന്ന്, അത് മോൻ്റെ ഭാര്യ എന്ന് പറയുന്നുണ്ട്. അതൊന്നും എനിക്ക് വേണ്ട, ഞാൻ എപ്പോഴും അമ്മയുടെ മകനായിട്ട് തന്നെ ഇവിടെ എപ്പോഴും ഓണം ഉണ്ണാൻ ഞാൻ വന്നോളാമെന്നൊക്കെ മാർക്കോ പറയുന്നുണ്ട്. പിന്നീട് അവിട്ടം ദിനത്തിൽ മന്ത്രവാദത്തിനുള്ള കളങ്ങളെല്ലാം ഒരുക്കുന്നുണ്ട് എല്ലാവരും കൂടെ. അതിനെ എല്ലാവരും വളരെ ശുഷ്കാന്തിയോട് കൂടി തന്നെ അതൊക്കെ ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇതെല്ലാം കാണുമ്പോൾ മോഹിനിക്ക് വളരെ സങ്കടമാണ് തോന്നുന്നത്. എൻ്റെ മോൾ മരിച്ചെന്ന് കരുതി, എൻ്റെ ശരീരത്തിൽ എൻ്റെ മോളുടെ ആത്മാവുണ്ടെന്ന് കരുതിയിട്ടല്ലേ ഇവരിതെല്ലാം ചെയ്തു കൂട്ടുന്നതെന്നൊക്കെ ഓർക്കുമ്പോൾ മോഹിനി വളരെ വിഷമത്തോടുകൂടി തന്നെയാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ മന്ത്രവാദി പറയുന്നുണ്ട്, ആരുടെ ശരീരത്തിലാണ് അവൾ കയറിയിരിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല, അതെല്ലാം കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എല്ലാവർക്കും ഒരു ചൂരൽ കഷായം തരുമെന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ആകെ ഒരു ഭയം വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും മന്ത്രവാദി നിരത്തി പിടിച്ച് ചൂരൽ കഷായം ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ട് മോഹിനിക്ക് ചിരി സഹിക്കാൻ പറ്റാതെയാകുന്നുണ്ട്. ഇങ്ങനെയെങ്കിലും എല്ലാവർക്കും ഓരോ ശിക്ഷ കിട്ടണമെന്ന് മോഹിനി മനസ്സിൽ കരുതുന്നുണ്ട്. പിന്നീട് തോമസ് വൈദ്യൻ പറയുന്നുണ്ട്, ഇനി ഈ നാടകം അവസാനിപ്പിച്ചുകൊണ്ട് കമലേശ്വരത്തോട്ട് നിങ്ങൾ തിരിച്ചു പോകണമെന്ന് പറയുന്നുണ്ട്. അടുത്ത ചികിത്സയ്ക്ക് സമയമാകുമ്പോൾ കറക്റ്റായിട്ട് ഇതേ സമയത്ത് തന്നെ ഇവിടെ വരണമെന്നൊക്കെ ഉപദേശിച്ച് വിടുന്നുണ്ട് തോമസ് വൈദ്യൻ. അങ്ങനെ അവരവിടെ നിന്നും പോവുകയാണ്. എന്നിട്ട് കരുണാലയത്തിലോട്ടാണ് അവർ നേരെ പോകുന്നത്. അവിടെയാണല്ലോ മന്ത്രവാദം ഒഴിപ്പിക്കലും ഒക്കെ നടക്കുന്നത്. അപ്പോഴേക്കും മാർക്കോ പറയുന്നുണ്ട്, എന്താണെങ്കിലും ഒരു കാര്യം കൂടെ ചെയ്ത് തീർക്കാനുണ്ട്, അവസാനമായിട്ടും ആദ്യമായിട്ടും കൂടെ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്, ഒന്നുകൂടെ മഹാലക്ഷ്മി പ്രേതമായിട്ട് അവതരിക്കണമെന്ന് പറയുന്നുണ്ട്. അത് പ്രകാരം മഹാലക്ഷ്മി മുടിയെല്ലാം അഴിച്ചുകൊണ്ട് ഇവർ മന്ത്രവാദം നടത്തുന്നിടത്തോട്ട് ചെല്ലുന്നുണ്ട്. അത് കാണുമ്പോൾ മന്ത്രവാദി തന്നെ ഞെട്ടിപ്പോകുന്നു. ഇത്രയ്ക്കും കഴിവ് എനിക്കുണ്ടായിരുന്നോ എന്ന് തന്നെ മന്ത്രവാദി ആലോചിക്കുന്നുണ്ട്. ഏതാണെങ്കിലും എൻ്റെ ഹോമം ഇതിൽ സക്സസ് ആയിട്ടുണ്ടെന്നോർത്ത് മന്ത്രവാദിക്ക് സന്തോഷം അടക്കാനായില്ല. അതിനിടയിൽ പ്രതാപൻ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്കിവിടെ ഇവളെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം മന്ത്രവാദി പറയുന്നുണ്ട്, അതിനെന്ത്, ഞാൻ ഹോമം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവൾ ഇവിടെ പ്രത്യക്ഷപ്പെടുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹോമം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തേക്ക് മഹാലക്ഷ്മി അങ്ങോട്ട് എത്തുന്നുണ്ട്. മഹാലക്ഷ്മിയെ കണ്ടതും എല്ലാവരും പേടിച്ച് വിറയ്ക്കുന്നുണ്ട്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് രംഗത്തിലോട്ടാണ് മഹാലക്ഷ്മി സീരിയൽ പോകുന്നത്. ഇനിയുള്ള ഒരു എപ്പിസോഡിലാണ് നമുക്കിതെല്ലാം കാണാൻ കഴിയുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.